അപ്പോൾ ഒരു തീരുമാനം ഞാൻ പറയാം, കയറയില്ല, ക്യാൻസൽ ചെയ്തു, അതിൻ്റെ വിജ്ഞാപനം റദ്ദാക്കി. യെസ്, അതൊരു തീരുമാനമാണ്. ശരിയോ തെറ്റോ ആയിക്കോട്ടെ, ഒരു തീരുമാനമാണ്. എന്നാൽ ഇതുപോലെയാണ് ആലപ്പുഴ MLA തല്ലിയ കേസ്. അതിന് പുനരന്വേഷണം, ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. എൻ്റെ വായത്തെ എന്തന്വേഷിക്കാനാണ് അതിൽ? ഒരാൾ വേറൊരാളെ അടിക്കുന്നു, നമ്മൾ വീഡിയോയിൽ കണ്ടു, സാക്ഷികളും ഉണ്ട്, മറ്റ് പോലീസുകാർ വായി നോക്കി നിൽപ്പുണ്ട്, വാദിയുണ്ട്, പ്രതിയുണ്ട്, സാക്ഷിയുണ്ട്. നിങ്ങൾ പ്രതിയെ ചുമ്മാ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. പുനരന്വേഷണം എന്തന്വേഷിക്കാൻ? ഇറ്റ് ഈസ് ദെയർ ഫോർ യു ടു സീ, എവരിബഡി ഹാവ് സീൻ ദാറ്റ്. എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കാൻ പോകുന്നു. അതിനർത്ഥം നിങ്ങൾക്ക് അതിൽ വലിയ ആത്മാർത്ഥതയൊന്നുമില്ല, അതങ്ങനെ ഉഴപ്പി കൊണ്ടുപോകും. എന്നിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്ന് കുറ്റപത്രം സമർപ്പിച്ചു, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവുക. അതിൽ ആത്മാർത്ഥതയില്ല. അതല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സെക്കൻഡ് വെച്ച് ആ ഗൺമാനെ അറസ്റ്റ് ചെയ്തിട്ട് മജിസ്ട്രേറ്റ് അടുത്ത് കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്യാം. എല്ലാവരും കണ്ടതാണ്, വീഡിയോയുള്ളതാണ്. ബട്ട് അത് പിണറായി വിജയൻ ഓബ്വിയസ്ലി ചെയ്തില്ല, അങ്ങേരുടെ ആളായതുകൊണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ എന്താ തടസ്സം? അവിടെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ റോൾ. ഈ നമ്മളുടെ TP ചന്ദ്രശേഖരൻ വധക്കേസ് PC മോഹനൻ മാസ്റ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രിയെ മാറ്റി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാറ്റി, രമേശ് ചെന്നിത്തല വെച്ചു. ആ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോഴും ആഭ്യന്തരമന്ത്രി. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ INTUC നേതാവ് ചന്ദ്രശേഖരൻ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തിട്ടില്ല. CBI അന്വേഷണം കഴിഞ്ഞ് നിൽക്കുക. കുറ്റപത്രം കൊടുക്കാൻ പ്രോസിക്യൂഷൻ സാങ്ഷൻ വേണം. അതൊരു ഫോർമാലിറ്റി മാത്രമാണ്, ചുമ്മാ സാങ്ഷൻ കൊടുത്താൽ മതി. കൊടുത്തില്ല പിണറായി വിജയൻ. കോൺഗ്രസ്സുകാരനാണ് ചന്ദ്രശേഖരൻ. പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാത്തത് പിണറായി വിജയൻ. ഇനിയിപ്പോൾ സതീശൻ വന്നു, സതീശൻ കൊടുക്കുമോ പ്രോസിക്യൂഷൻ സാങ്ഷൻ? ഇല്ല. ഈ LDF UDF അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നിർഭാഗ്യവശാൽ BJP ഇത് ചൂണ്ടിക്കാണിക്കാറില്ല. ചന്ദ്രശേഖരൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ BJP ഒന്നും പറയാറില്ല. അതിപ്പോൾ കോർട്ട് കേസായിട്ട് ഇത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് ഹനീഷ്. അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ പുതിയ സർക്കാർ വന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം വേണമെന്നൊക്കെ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് ബദറുദ്ദീനാണ് കണ്ടംപ്റ്റ് എടുത്തിരിക്കുന്നത്, കണ്ടംപ്റ്റ് കേസ് നോക്കുന്നത്. ഇതൊക്കെയാണ് ബേസിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം ഹീ ഈസ് അഡ്ജസ്റ്റിംഗ് സംവെയർ എന്നാണ്.